Konnichiwa minasan, welcome back to another video. Guys, നമ്മൾ ഇന്ന് മുതൽ ഈ പേജിൽ സാൻഡ് മെസർ ഓഫ് ദി സ്കോർഡ് ഡെസേർട്ട് എന്ന് പറഞ്ഞ ഒരു സീരീസ്, അതായത് ഒരു മാൻഹോ സീരീസ് എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. സത്യം പറഞ്ഞാൽ ഇതത്ര വലിയ മാൻഹോ, ഫേമസ് അല്ല, മാൻഹോ ഒന്നുമല്ല, ഒരു കൊച്ചു മാൻഹോ ആണ്. തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. നിലവിലിപ്പോൾ വെറും 26 ചാപ്റ്റർ മാത്രമേ റിലീസ് ആയിട്ടുള്ളൂ. സോ നമ്മുടെ സെക്കൻഡറി പേജിൽ ഇത് സൈഡായിട്ട് ചെയ്തു പോകാനാണ് ഞാനിപ്പോൾ കറന്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ ചാപ്റ്റർ ഒരൊറ്റ എപ്പിസോഡായിട്ട് കറന്റ് പോകാനുള്ള പ്ലാനാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. സോ ഈ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഒരു കാര്യം പറയാം, ഇതെന്തായാലും നമ്മൾ ഒരൊറ്റ ചാപ്റ്റർ ചെയ്യുന്നുണ്ട്, പതുക്കെ ആയിരിക്കും കഥ പോകുന്നത്. പക്ഷേ എനിക്കെന്തായാലും ഇത് വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കറന്റ് ഈ ഒരു മാൻഹോ കോട്ടപ്പാണ്. സോ നിങ്ങൾക്കും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും ഈ ഒരു പുതിയ സീരീസ് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു നെറുകെട്ട ലോകത്ത് ഞാനൊരു നെറുകെട്ട ജീവിതം മാത്രമാണ് ജീവിച്ചത്. ഞാൻ വീക്കായിരുന്നു. എനിക്ക് വെൽത്ത് ഇല്ല, സ്റ്റാറ്റസ് ഇല്ല. ഈ നെറുകെട്ട ലോകത്ത് എൻ്റെ എല്ലാം തന്നെ അതെടുത്തോണ്ട് പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ മരിക്കുകയാണ്, വീക്കായിട്ട്, ശരിക്കും വീക്കായിട്ട്. ഇതേ സമയം നമ്മുടെ നായകനായിട്ട് ഒരു സാൻഡ് മോൺസ്റ്റർ ലിറ്ററലി വിഴുങ്ങുകയായിരുന്നു. ഏകദേശം 100 വർഷത്തിന് മുമ്പ് ഒരു ടെറിഫൈങ് ഉള്ള ബ്രൈറ്റ് ബീം നമ്മുടെ ഭൂമിയിൽ വന്ന് പതിച്ചു. ആ പതിച്ച ബീം സത്യം പറഞ്ഞ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെ വലിച്ചെടുത്തു എന്ന് തന്നെ പറയണം. നിസാര സമയം കൊണ്ട് തന്നെ നമ്മുടെ ബ്ലൂ പ്ലാനറ്റ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി ഒരു മാസീവ് ഉള്ള ഡെസേർട്ട് ആയിട്ട് മാറി. എവിടെ നോക്കിയാലും മരുഭൂമികൾ മാത്രം. കുറച്ച് മനുഷ്യർ മാത്രമാണ് അവിടെ ബാക്കിയുണ്ടായിരുന്നത്. ആൻഡ് ആ മനുഷ്യർ അവരുടേതായ ഒരു രാജ്യം കെട്ടിപ്പടുത്താനും തുടങ്ങി. നശിപ്പിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനും നശിപ്പിച്ച പോരായിരുന്നോ? എന്തിനാണ് ഈ കീടങ്ങളെ മാത്രം ബാക്കി വെച്ചത്? ആ പറഞ്ഞതായിരുന്നു നമ്മുടെ നായകൻ. പെട്ടെന്നാണ് ഒരു കൈ വന്ന് അവന്റെ മുഖത്ത് നേരെ ഇടിച്ചത്. അയ്യോ, എന്നോട് ക്ഷമിക്ക്, എന്റെ കൈ ചെറുതായിട്ട് തെന്നിയതാണ്. സോറി സോറി. അല്ല, നിന്റെ പേരെന്തായിരുന്നു? എനിക്ക് ക്ഷമ പറയാനാണ് കേട്ടോ. സിയോൺ. എന്റെ പേര് സിയോൺ. ഹോ, നിനക്ക് ഒറ്റ പേരേ ഉള്ളല്ലേ? അല്ല, പക്ഷെ നിനക്ക് പല തന്തമാര് കാണണമല്ലോ. എന്നിട്ടും എന്താടാ നീ ഒറ്റ പേര് പറയുന്നതെന്ന് പറഞ്ഞ് അവന്മാര് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇതൊന്നും സിയോനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. എന്താടാ നീ നോക്കി പേടിപ്പിക്കുന്നത്? ഇപ്പോൾ ഞാനുള്ളത് ഒരു മൈനിങ് ബസ്സിലാണ്. ഇവിടെയുള്ള എല്ലാവർക്കും ഒരേ ഒരു കാര്യമാണ് കോമൺ ആയിട്ടുള്ളത്. ഹേ, നീ പേടിക്കൊന്നും വേണ്ട, നമ്മളെല്ലാവരും ഒരൊറ്റ ബോട്ടിലല്ലടാ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറിയ പോരെ. ഈ ഒരു ബസ്സിലുള്ള ഒരാൾ പോലും ആക്ച്വലി ഒരു മൈനർ അല്ല. അല്ല, നീ എന്താണ് ഇവിടേക്ക് വന്നത്? നീ എന്ത് ചെയ്ത്? ഈ ബസ്സിലുള്ള ഓരോരുത്തരും ക്രിമിനൽസും ഫിജിറ്റീവ്സും എല്ലാവരുമാണ്. ചുരുക്കം പറഞ്ഞാൽ ഇത് സേഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, അല്ലെന്ന് പറഞ്ഞാൽ അല്ല. നീ ആരെങ്കിലും അസാൾട്ട് ചെയ്തോ, അതോ ഫ്രോഡ് ചെയ്തോ, അതോ നീ ആരെങ്കിലും മോഷ്ടിച്ചോ? പറയടാ, നീ എന്ത് ചെയ്ത്? അടുത്ത സെക്കൻഡിലാണ് സിയോന് ദേഷ്യം വന്നിട്ട് അവന്റെ മുഖത്തേക്ക് ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്തത്. അവനട്ടെ തെറിച്ച് പോവുകയും ചെയ്യും. എടാ വിഡ്ഢി, നിനക്കൊക്കെ തെറ്റിയടാ നാറുകളെ. നിനക്കൊക്കെ അറിയണം ഞാൻ എന്തിനാണ് ഇവിടേക്ക് വന്നത്. അത് അത് കൊലപാതകം കാരണമാണെന്ന് പറഞ്ഞ് നമ്മുടെ സിയോൺ ഒരറ്റക്ക് അങ്ങോട്ട് ചെയ്യാൻ പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരാളെ കൊന്നെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഒരു സിറ്റിയിൽ, നിയോൺ സിയോൾ, ഇവിടെ സ്ട്രോങ് ഒരാളവർ മാത്രമാണ് മനുഷ്യനെന്ന് കൺസിഡർ ചെയ്യുന്നത് തന്നെ. എന്നാൽ അല്ലാത്തവർ ഇവിടെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഒരു കുപ്പത്തൊട്ടിക്ക് സമമാണ്. അതിൽ ഒരു കീടം എൻ്റെ കയ്യിലുള്ള സാധനം മോഷ്ടിക്കാനായിട്ട് വന്ന് അവൻ തന്നെ മരണപ്പെടുകയും ചെയ്തു. പക്ഷേ ഞാൻ അറിഞ്ഞില്ലായിരുന്നു അവനൊരു പെറ്റ് റാറ്റാണെന്ന്. എൻ്റെ ജ്യേഷ്ഠൻ ആരാന്നറിയാവോ? ലീ ലീ ജിറിയോങ്. നീ കേട്ടോ, നീ ചത്ര, നിന്നെ ഉറപ്പായിട്ടും ലീ ലീ ജിറിയോങ്. സത്യം പറഞ്ഞാൽ ഇവിടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാൽ ഈ സ്ട്രോങ്ങർ ആണെന്ന് പറയുന്നത് ദൈവങ്ങളെന്നാണ്. ചുരുക്കം പറഞ്ഞാൽ അവേക്കൺ ആയിട്ടുള്ള കുറച്ചധികം ആൾക്കാരുണ്ട്. അവരിപ്പോൾ ഭൂമിയുടെ ദൈവങ്ങൾ തന്നെയാണ്. ഞാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു ഒരു ദൈവത്തിന്റെ റാറ്റിയാണ് ഞാനിപ്പോ. റൂമേഴ്സ് പെട്ടെന്നാണ് സ്പ്രെഡ് ആയത്. അതുകൊണ്ട് തന്നെ ലീ ജിറിയങ് എന്ന് പറഞ്ഞ അവൻ എന്നെ നോക്കുന്ന കാര്യം എനിക്ക് മനസ്സിലായി. എനിക്ക് മറ്റു മാർഗമില്ലായിരുന്നു. എനിക്ക് അവിടുന്ന് രക്ഷപ്പെടണമായിരുന്നു. അതുകൊണ്ടാണ് ആരും അറിയാതെ ഞാൻ ഈ മൈനിങ് ബസ്സിലേക്ക് വന്ന് കയറി ഇവിടെ ജീവിച്ചത്. പക്ഷേ പെട്ടെന്നാണ് നമ്മുടെ സിയോൺ ഞെട്ടിത്തെറിച്ചു പോയത്. എന്തേ, നീ എല്ലാം ചെയ്തു കഴിഞ്ഞോ? അല്ല, ഇതെന്താണ്? ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇനി എങ്ങനെ ഇവൻ? പെട്ടെന്നായിരുന്നു അവന്റെ കൈ അവന്റെ മുഖത്ത് വന്ന് പതിച്ചിട്ട് സിയോനെ എടുത്ത് ബാക്കിലേക്ക് എറിഞ്ഞ് അവൻ ഒരു സ്ഥലത്ത് പോയി ഇടിച്ച് നേരെ നിലത്തേക്ക് വീഴുകയും ചെയ്തു. നീ എങ്കിൽ അതെന്റെ അടുക്കെ നേരത്തെ പറയണ്ടായിരുന്നടാ നായെ. സത്യം പറഞ്ഞാൽ നിന്നെ ഒരു കൊച്ചനുജനായിട്ട് കരുതാനാണ് ഞാൻ ഇരുന്നത്. പക്ഷേ നീ അതിര് കടന്നിരിക്കുന്നു. ഇനി എന്തായാലും അത് പറ്റത്തില്ല. നാശം, നാശം. ഞാൻ ഞാൻ എന്താണ് ചെയ്തത്? നാശം, നാശം. അവിടുന്ന് ഒരു അവയ്ക്കെന്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് ഞാൻ ഇവിടെ ഞാൻ വന്ന് കയറിയത്. അതും
ഒരു അവയക്കിടന്റെ കയ്യിലേക്കായിരുന്നോ? അല്ലേ, ഇനി എന്തായാലും മേടിച്ച് കൂട്ടുകയല്ലേ. പെട്ടെന്നായിരുന്നു അവർ സഞ്ചരിച്ച ആ ഒരു ബസ്സിൽ ഒരു കുലുക്കമുണ്ടായത്. അവിടെയാട്ടെ ഒരു മാസീവുള്ള അറ്റാക്ക് വരികയും ആ ബസ് നേരെ മുകളിലേക്ക് തെറിക്കുകയും ചെയ്തു. നാശം, എവിടെ നോക്കിയാണ് നീ ഓടിക്കുന്നത്? നിനക്ക് മര്യാദക്ക് ഓടിക്കാൻ അറിഞ്ഞൂടെ? ആ സമയത്ത് ആ ഡ്രൈവറിനെ ഒന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു. നാശം, എന്തെങ്കിലും ഒന്ന് പറയടാന്ന് പറഞ്ഞ് അവൻ അവിടേക്ക് നോക്കിയപ്പോഴാണ് "ഹ, ഹ, അത് ഞാനല്ല. നമ്മളിപ്പോ മൈനിലേക്കല്ല. എന്ത് എന്താണ് നീ പറയുന്നത്? നമ്മള് നമ്മളിപ്പോ കഴിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളതിപ്പോ കഴിച്ചോണ്ടിരിക്കുവാണ്." പിന്നെ കാണിക്കുന്നത് മാസിവുള്ള ഒരു സാൻഡ് മോൺസ്റ്റർ ആ ഒരു ബസ്സിനെ പൂർണ്ണമായിട്ടും വിഴുങ്ങുന്നതാണ്. ഇതറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിത്തരിച്ച് അവരെല്ലാവരും നേരെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കി. പക്ഷേ എവിടുന്ന്? അത്രയും വലിയൊരു മോൺസ്റ്ററിന്റെ വായിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനാണ്? ഒന്നാലോചിച്ച് നോക്കിയാ എല്ലാ സിറ്റുവേഷനും സെയിം തന്നെയാണ്. നിയോൺ സോളില് ഒരു അവയേക്കറിന്റെ കയ്യിൽ പോയി പെട്ടാലും ദേ ഇവിടെ വെച്ച് ഒരു സാൻഡ് വേം എന്നെ ജീവനോടെ ഭക്ഷിച്ചാലും എന്നാ വ്യത്യാസമായിരിക്കുന്നു? എന്തെങ്കിലും വ്യത്യാസമായിട്ടുണ്ടോ? ഈ നെറുകെട്ട ലോകത്ത് ശക്തിയുള്ളവർക്ക് മാത്രമേ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. എന്നെപ്പോലെയുള്ള എല്ലാവരും ഇതേപോലെ മരിക്കും. ഇവിടെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ ഇതേപോലെ ഇതേപോലെ മരിക്കും. എന്ത്? ഞാൻ വീക്ക് ആയതുകൊണ്ടാണോ? ആ സമയത്ത് ആ ഒരു സാൻഡ് വേം അവനെ കംപ്ലീറ്റ്ലി വിഴുങ്ങിയിരുന്നു. എന്തൊരു ക്ലീശെ, പ്രെഡിക്റ്റബിൾ ആയുള്ളൊരു ജീവിതമാണല്ലേ എൻ്റെത്. എനിക്കൊന്നും തന്നെ ഇവിടെ ഞാൻ ഞാൻ സ്ട്രോങ്ങർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്കിവിടെ ഒന്നും തന്നെ. അതേസമയം അവനാട്ടെ അതിന്റെ വായിൽപ്പെട്ട് മുങ്ങി താഴാനും തുടങ്ങി ആ ഒരു മണൽ തിട്ടയിൽ. അവന്റെ കൈ മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവന്റെ കൈ ഒടിഞ്ഞ അവസ്ഥയിലുമായിരുന്നു. പക്ഷേ പെട്ടെന്നായിരുന്നു അവൻ കണ്ണ് തുറന്നത്. അവന് ശ്വാസമെടുക്കാൻ പറ്റുന്നുണ്ട്. അവൻ പറ്റുന്ന പോലെ ശ്വാസം എടുക്കാൻ തുടങ്ങി. അവൻ പോലും അറിയാതെ അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ എന്തോ ഒന്ന് സംഭവിക്കാനായിട്ട് തുടങ്ങി. പൊളിഞ്ഞു കിടക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി, പൊളിഞ്ഞു കിടക്കുന്ന ഈഫിൽ ടവർ, പൊളിഞ്ഞു കിടക്കുന്ന പല പല സ്ഥലങ്ങൾ എല്ലാം തന്നെ അവനവന്റെ കണ്ണുകളിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞ അവനെല്ലാം തന്നെ യഥാർത്ഥത്തിൽ പറഞ്ഞ അവൻ ഈ ഭൂമിയെ തന്നെ, മരുഭൂമിയായ ഈ ഒരു ഭൂമിനെ തന്നെ അവനെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം അവന്റെ കണ്ണിൽ ഒതുങ്ങുന്നത് പോലെ. പെട്ടെന്നാണ് അവൻ പറഞ്ഞത് സാൻഡ് ബ്ലാസ്റ്റർ. അടുത്ത സെക്കൻഡ് നമ്മൾ കാണുന്നത് ആ ഒരു സാൻഡ് മോൺസ്റ്ററിന്റെ ശരീരത്തിന്റെ അകത്തുനിന്ന് ഒരു മാസിവുള്ള അറ്റാക്ക് പുറത്തേക്ക് വരുന്നതാണ്. അതിന്റെ ശരീരം പറഞ്ഞ അവസ്ഥയിൽ. ഞാനിവിടെ ചാകത്തില്ല. ഞാൻ ഈ നറുകെട്ട ലോകത്ത് ഞാനിവിടെ സർവേ ചെയ്യും. ഞാൻ ഈ നാശം പിടിച്ച ലോകത്ത് സർവേ ചെയ്യും. ഈ ലോകത്ത് മുഴുവൻ മണൽ മാത്രമാണ്. ഞാൻ വാക്ക് തരുവാണ്. ഞാനിവിടെ സർവൈവ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ നേരെ പുറത്തേക്ക് നടന്നു വന്നു. അവന്റെ ശരീരത്തിൽ നിന്ന് ചോര ഇറ്റി വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മോൺസ്റ്ററിന്റെ വയറ് പൊളിച്ചുകൊണ്ട് അവൻ നേരെ പുറത്തേക്ക് വന്നുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നത്. ഗൈസ്, സത്യം പറഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് കൂട്ടാൻ പറ്റത്തില്ല. ഇതൊരു പ്രീ റിലീസ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. സോ ഇനിയാണ് കഥ ശരിക്കും ആരംഭിക്കുന്നത്. ക്ലീൻ ആയിട്ടുള്ള ഡീറ്റെയിൽ ഉള്ള എല്ലാ കഥ ഇനിയായിരിക്കും വരാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ ഈ ഒരു എപ്പിസോഡ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ എനിക്കും കൺഫ്യൂസിംഗ് ആയിരുന്നു. പക്ഷേ വരുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് എല്ലാം വ്യക്തമായി തന്നെ മനസ്സിലാകുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണാം.